കോട്ടയം തിരുവാതിക്കൽ ഇരട്ടക്കൊല നടത്തിയത് അസം സ്വദേശി അമിത് തന്നെയെന്ന് പോലീസ്. വിരലടയാളമാണ് അമിതാണ് കൊലപാതകം നടത്തിയെന്ന നിഗമനത്തിലേക്ക് എത്തിച്ചത്. ആസൂത്രിതമായി നടപ്പിലാക്കിയ കൊലപാതകമെന്നും പോലീസ് വ്യക്തമാക്കുന്നു. സംസ്ഥാനത്തിനകത്തും പുറത്തും അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് പോലീസ്. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, കോട്ടയത്ത് ദമ്പതികളെ കൊലപ്പെടുത്തിയത് അസം സ്വദേശിയായ അമിത് തന്നെയെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു. വിരലടയാളമാണ് ഈ നിഗമനത്തിലേക്ക് എത്തിക്കുന്നത്. കൊലയാളിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ അത് ഏത് ഘട്ടത്തിലെത്തിയിരിക്കുന്നു? മിഥുൻ മുരളി. വിനോദ്, അസം സ്വദേശിയായ അമിതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു തുടക്കം മുതൽ അന്വേഷണം ഉണ്ടായിരുന്നത്. ഇവിടുത്തെ ജോലിക്കാരനായിരുന്നു. 6 മാസം മുൻപ് ഈ വീട്ടിലെ വിജയകുമാറിന്റെ മൊബൈൽ മോഷ്ടിച്ച കേസിൽ ഇയാൾ പിടിയിലാവുകയും പിന്നീട് 1 മാസം മുമ്പാണ് ജയിലിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തത്. വിജയകുമാറിന്റെയും ഭാര്യയുടെയും മൊബൈൽ മോഷ്ടിച്ച് ഈ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് നെറ്റ് ബാങ്കിംഗ് സംവിധാനത്തിലൂടെ 90,000 രൂപയോളം ഇയാൾ കവർന്നു എന്നുള്ളതായിരുന്നു അന്ന് കേസ്. അതിനുശേഷം ഇയാൾ ആസൂത്രിതമായി ഇവരോട് വൈരാഗ്യത്തോടു കൂടി ഈ കൊലപാതകം നടത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തി എന്നുള്ളതാണ് പോലീസിന്റെ നിലവിലെ കണ്ടെത്തൽ. അമിത് തന്നെയാണ് ഈ പ്രതി എന്ന് സ്ഥിരീകരിക്കുന്ന തരത്തിലേക്ക് പോലീസിന്റെ അന്വേഷണം എത്തുന്നു. ഇത് സ്ഥിരീകരിക്കുന്നതിന് പ്രധാനമായും പോലീസ് തെളിവ് ശേഖരിച്ചിരിക്കുന്നത് അമിതിന്റെ വിരലടയാളമാണ്. 6 മാസം മുൻപ് മോഷണം നടത്തിയപ്പോൾ അമിതിൽ നിന്നും ശേഖരിച്ച ആ വിരലടയാളവും ഇന്നലെ ഈ വീടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വിരലടയാളവും അമിത് ഈ കൊല നടത്തുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന മഴുവിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വിരലടയാളവും എല്ലാം ഒന്നു തന്നെയാണെന്ന് പോലീസിന് കണ്ടെത്തൽ ഉണ്ടായിട്ടുണ്ട്. സ്ഥിരീകരണം ഈ രീതിയിലാണ്. പ്രധാനമായും പ്രതി ഇയാൾ തന്നെയെന്ന് പോലീസിന് സൂചനകൾ ലഭിച്ചിരിക്കുന്നത്. ഈ വീടിന്റെ കതകിലും മറ്റു ഭാഗങ്ങളിലുമെല്ലാം വിരലടയാളം പതിഞ്ഞിട്ടുണ്ട്. ഒപ്പം മഴുവിലും വിരലടയാളം പതിഞ്ഞിട്ടുണ്ട്. വിരലടയാള വിദഗ്ധർ നടത്തിയ പരിശോധനയിൽ ഈ വിരലടയാളങ്ങളും നേരത്തെ 6 മാസം മുൻപ് പ്രതി നടത്തിയ ഈ മോഷണ കേസുമായി ബന്ധപ്പെട്ട് അന്ന് ശേഖരിച്ച വിരലടയാളവും ഒന്നു തന്നെയെന്ന് സ്ഥിരീകരിച്ചതോടുകൂടി പ്രതി അമിത് തന്നെയെന്ന് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിലേക്ക് പോലീസിന് കടക്കാൻ കഴിഞ്ഞു. കഴിഞ്ഞ ശനിയാഴ്ച മുതൽ കോട്ടയം നഗരത്തിലെ ഒരു ലോഡ്ജിലായിരുന്നു ഇയാൾ താമസിച്ചിരുന്നത്. തിങ്കളാഴ്ച ലോഡ്ജിൽ നിന്നും വെക്കേറ്റ് ചെയ്തു. പിന്നീട് തിങ്കളാഴ്ച കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ പോയി പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കുന്നു. പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് അവിടെ കഴിഞ്ഞ ഇയാൾ രാത്രിയോടുകൂടി കൊല നടത്തുന്നതിന് വേണ്ടി എത്തുകയും ചെയ്തു എന്നുള്ള വിവരങ്ങളാണ് പോലീസിന് നിലവിൽ ലഭിച്ചിരിക്കുന്നത്. ഇതിന്റെ എല്ലാം CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ ലോഡ്ജിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ, ഒപ്പം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന CCTV ദൃശ്യങ്ങൾ, ഈ CCTV ദൃശ്യങ്ങളും ഒപ്പം വിരലടയാളവും എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് ശക്തമായ പരിശോധന നടത്തിയപ്പോഴാണ് പ്രതി ഇയാൾ തന്നെയെന്ന നിഗമനത്തിലേക്ക് എത്തുന്നത്. ഒപ്പം തന്നെ ഇയാൾ സംസ്ഥാനം വിട്ടുപോകുന്നതിനുള്ള കാര്യങ്ങളും പോലീസ് അനുമാനിക്കുന്നു. അതുകൊണ്ട് തന്നെ വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് കൊലപാതകം നടത്തിയത് അസം സ്വദേശി തന്നെ എന്നുള്ള വിവരങ്ങൾ കൃത്യമായി കൃത്യമായി അത് മനസ്സിലാക്കിയതോടുകൂടി അസം സ്വദേശിയായ അമിത് തന്നെയാണ് കൊലപാതകം നടത്തിയതെന്ന് മനസ്സിലാക്കുന്നു. ഇയാൾക്കായ തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ മുരളി.